മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമം ഒരുപാട് പേര് കമന്റ് ബോക്സിലൂടെ പറഞ്ഞ് ഞാൻ വായിച്ചു കേട്ടോ. ഒത്തിരി വിഷമം തോന്നി. അതുകൊണ്ട് അമ്മയെ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മ തന്ന ഒരു തോന്നലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത്. അമ്മ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഒരു 7 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഉറപ്പായിട്ടും നിങ്ങൾക്ക് മൂകാംബിക ദർശനം കിട്ടും എന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. അമ്മയുടെ നാമത്തിൽ സത്യമാണ് കേട്ടോ. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക. അമ്മയെ കാണാൻ പോകണമെങ്കിൽ ആദ്യം വേണ്ടത് അമ്മയെ കാണാൻ പോകണം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിൽ ഉറപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു സൃഷ്ടിയും അല്ലെങ്കിൽ ഏതൊരു കാര്യവും ആദ്യം നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം നമ്മുടെ മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ കാണണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. അതുപോലെ അമ്മയുടെ നടയിൽ എത്തി അമ്മയെ തൊഴുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. സങ്കല്പത്തിനൊരു വലിയ ശക്തിയുണ്ട്. മാനസ പൂജ ചെയ്യുക. മാനസ പൂജയ്ക്കും വലിയൊരു ശക്തിയുണ്ട്. അത്ഭുത ശക്തികളാണ് മാനസ പൂജയ്ക്ക് സാധിക്കുന്നത്. സാധിക്കാത്ത കാര്യങ്ങൾ പോലും സാധിക്കാൻ മാനസ പൂജ വളരെ വലിയൊരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിന് അമ്മയുടെ നടയിൽ എത്തിയതായിട്ടും അമ്മയെ കണ്ടതായിട്ടും നിങ്ങൾ മനസ്സിൽ അമ്മ ആദ്യമായിട്ടാണ് കാണുന്ന രൂപം അറിയില്ല. അമ്മയുടെ രൂപം ചിത്രങ്ങളിൽ കാണുമല്ലോ, അതേ രൂപം തന്നെയാണ് അമ്മയ്ക്ക് അവിടെ. അപ്പോൾ ആ രൂപത്തിൽ അമ്മയെ മനസ്സിൽ ഉറപ്പിച്ച് അമ്മയ്ക്ക് പൂജ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അമ്മയെ കാണണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ എന്നുള്ള ഈ ദിവ്യമായിട്ടുള്ള മന്ത്രം ജപിക്കുക. അമ്മയെ കാണാൻ പോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം വ്രതം നോക്കുക കേട്ടോ. വ്രതം നോറ്റ് ഈ മന്ത്രം ജപിക്കുക. ജപിച്ചതിന് ശേഷം എന്നും അമ്മയുടെ പേരിൽ വിളക്ക് വയ്ക്കുക. വിളക്ക് കത്തിക്കുമ്പോൾ അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് വിളക്ക് വയ്ക്കുക. അമ്മയുടെ ചിത്രം ഉണ്ടെങ്കിൽ ഒരു പൂ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇല്ലേലും കുഴപ്പമില്ല, മനസ്സുകൊണ്ടൊരു പൂവ് അമ്മയുടെ കാൽപാദത്തിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വിളക്കിൻ്റെ മുന്നിൽ വച്ചാലും മതി. ഇത് വളരെ ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അടുത്തതായിട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദേശദേവതയെ തൊഴുക എന്നുള്ളത്. ദേശദേവതയെ തൊഴുക. ദേശദേവതയുടെ പ്രീതി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൂകാംബിക ക്ഷേത്ര ദർശനം സാധ്യമാകൂ. അത് സത്യമാണ്. നമ്മുടെ സ്വന്തം അമ്മയെ സ്നേഹിച്ചാൽ മാത്രമല്ലേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് പോലെ ആ ദേശത്തിൻ്റെ ഫുള്ള് രക്ഷകയായിട്ടുള്ള ഒരു ശക്തി കാണുമല്ലോ. ആ ശക്തിയെ പ്രീതിപ്പെടുത്തുക. അതായത് അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും വഴിപാട് ചെയ്യുക. എണ്ണ മേടിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ നെയ്വിളക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നെയ്വിളക്ക് സമർപ്പിക്കുകയോ അല്ലെങ്കിൽ പൂക്കൾ സമർപ്പിക്കുകയോ ചെയ്യുക. എന്നിട്ട് ആ ദേവനോടോ ദേവതയോടോ പറയുക, മൂകാംബിക ക്ഷേത്രം ദർശനം എനിക്ക് സാധിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയും വേണം. അടുത്തതായിട്ടുള്ള കാര്യം, അതേ ക്ഷേത്രത്തിൽ തന്നെ ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. ഭാഗ്യസൂക്ത അർച്ചനയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും ഭാഗ്യം തെളിയാനുമെല്ലാം ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ്. അത് മൂകാംബിക അമ്മയെ കാണാൻ പോകുന്നത് കൊണ്ട് മാത്രമല്ല, ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ വലിയ തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മുടെ ഭാഗ്യം തെളിയുന്നതിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് ഒരു ഭാഗ്യസൂക്ത അർച്ചന നടത്തുക. 4-ാമത്തെ കാര്യമാണ്. ഇനി 5-ാമത്തെ കാര്യം, ഗണപതി പ്രീതി വരുത്തുക എന്നുള്ളതാണ്. ഗണപതി ഭഗവാന്റെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ എന്തും നടക്കൂ എന്നുള്ളതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഗണപതി പ്രീതി വരുത്തുക. ഗണപതി ഗണനാഥനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രീതി വളരെ ആവശ്യമാണ് കേട്ടോ. ഗണപതി പ്രീതി വരുത്തുന്നത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അതിന് കറുകമാല സമർപ്പിക്കുകയോ നെയ്വിളക്ക് സമർപ്പിക്കുകയോ നാളികേരം മുടയ്ക്കുകയോ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എന്ത് വേണോ ചെയ്യാം. ഒരു നേർച്ച ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നേട്ടത്തിന് വേണ്ടി മാത്രമായിരിക്കരുത് ആ ഒരു കാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് നേർച്ച ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, നേർച്ചയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്നത് പോലെ. അതുപോലെ ആയിരിക്കരുത് ഒരു നേർച്ച ചെയ്യേണ്ടത്. നമ്മൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുക. അത് ആ ഭഗവാന്റെ പ്രീതിക്ക്, അല്ലെങ്കിൽ ഒരു പൂ കൊടുക്കുമ്പോൾ ഭഗവാൻ അത് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഒരു പായസ വഴിപാട് ചെയ്യുമ്പോൾ ഭഗവാന് അത്രത്തോളം ഇഷ്ടപ്പെടണം എന്നുള്ള രീതിയിൽ മനസ്സറിഞ്ഞ് ചെയ്യുക. അപ്പോഴതിൻ്റെ ഫലം ഇരട്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
അടുത്തതായിട്ടുള്ളത് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യമാണ്. അമ്മയെ കാണാൻ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ പൂർവ്വ കർമ്മഫലമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത ഏതെങ്കിലും കർമ്മത്തിൻ്റെ ഫലമോ ഒക്കെ ആയിരിക്കും. നമ്മുടെ സമയദോഷവും എല്ലാം ആയിരിക്കും. അതെല്ലാം തീർക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദാനധർമാദികൾ ചെയ്യുക എന്നുള്ളതാണ്. ദാനധർമാദികൾ എന്ന് പറയുമ്പോൾ ഭക്ഷണമോ വസ്ത്രമോ എന്തെങ്കിലുമൊക്കെ ദാനം കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇതും കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ദാനധർമ്മം ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് രേഖപ്പെടുത്തി വിളിച്ചു പറഞ്ഞൊക്കെ ചെയ്യുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് പൂർണ്ണ ഫലം ലഭിക്കില്ല. അത് നമ്മളെല്ലാവരും, ഞാനും കൂടി ഉൾപ്പെടുന്ന നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദാനധർമ്മം ചെയ്യുമ്പോൾ ഒരിക്കലും അത് വിളിച്ചു പറയരുത്. കൊടുത്ത കാര്യങ്ങൾ ഞാൻ കൊടുത്തു എന്ന് പറയരുത്. ഭഗവാന്റെ പേരിൽ കൊടുത്തു, ഭഗവാൻ കൊടുത്തു എന്നുള്ള രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. നമ്മൾ ഒന്നും ആർക്കും കൊടുക്കാൻ ആരുമല്ല. നമ്മളെ കയ്യിൽ ഒരു സാധനം എത്തണമെങ്കിൽ അത് ഭഗവാൻ തന്നെ നിശ്ചയിക്കണം, അല്ലേ? നമുക്കത് കൊടുക്കാനും ഒരു ഭാഗ്യം ഭഗവാൻ തരണം. എന്നാൽ മാത്രമല്ലേ നമുക്കത് കൊടുക്കാൻ കഴിയും. അപ്പോഴത് ആരാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്? ആരാണ്? ഭഗവാനല്ലേ. അപ്പോൾ ആ ഒരു ചിന്ത, ആ ഒരു ശക്തിയെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ചെയ്യുക. അടുത്തതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 7ാമത്തെ കാര്യമാണ് ഇത് എന്ന് പറയുന്നത്, പോകാനിരിക്കുന്ന ദിവസം വരെ അമ്മയ്ക്ക് വിളക്ക് വയ്ക്കുക. അമ്മയെ സങ്കല്പിച്ച് നമ്മൾ നിലവിളക്ക് വയ്ക്കുമ്പോൾ അമ്മയ്ക്കാണ് വയ്ക്കുന്നതെന്ന് കണക്കാക്കി അമ്മയെ സങ്കല്പിച്ച് നിലവിളക്ക് കത്തിക്കുക. നിലവിളക്കിൽ എന്നും ഒരു പൂവ് സമർപ്പിക്കുക. എന്ത് പൂവാണെങ്കിലും കുഴപ്പമില്ല. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവാണെങ്കിലും കുഴപ്പമില്ല, എന്ത് പൂവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് അമ്മയ്ക്ക് സമർപ്പിക്കുക. അമ്മയ്ക്ക് അത് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. അപ്പോഴെന്നും ഈ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. വ്രതശുദ്ധി ആവശ്യമാണ്. അമ്മയെ തൊഴാൻ പോകുമ്പോൾ വ്രതശുദ്ധി വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സ്ത്രീകളെ കാര്യം അറിയാലോ. നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല ശുദ്ധിയായിട്ട് വ്രതം എടുക്കുക. മനസ്സുകൊണ്ട് ഉള്ള വ്രതമാണ് ഏറ്റവും മഹത്കരമായിട്ടുള്ളത്. ശരീരം കൊണ്ട് വ്രതം എടുക്കുക, മനസ്സുകൊണ്ട് വ്രതം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, ഞാൻ അമ്മയുടെ നാമത്തിൽ പറയുന്നു, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അമ്മയുടെ ദർശനം എത്ര തടസ്സം നേരിട്ടാലും അമ്മ നിങ്ങളെ അവിടെ എത്തിക്കും എന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് അനുഷ്ഠിക്കേട്ടോ. നേരത്തെ ഞാനൊരു വീഡിയോ പറഞ്ഞതുപോലെ, സ്വന്തം മക്കൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ ഏതൊരമ്മയാണ് വിളിക്കാത്തത് അടുത്ത് കാണാൻ, അല്ലേ? അമ്മയ്ക്ക് നമ്മളെ കാണാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ഇതൊക്കെ സാധിക്കാത്തത്, വേറെ നമ്മുടെ കർമ്മദോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 7 കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും മൂകാംബിക അമ്മയെ ദർശിക്കാനുള്ള മഹാഭാഗ്യം നൽകും അമ്മ എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അപ്പോഴമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ. ഒരുപാട് ഭക്തരുടെ വിഷമം കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും പോകാൻ കഴിയട്ടെ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഒരിക്കലും വിഷമിക്കേണ്ട. സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മയുടെ അതിശക്തമായ മന്ത്രമാണ്. എൻ്റെ ആഗ്രഹം അമ്മ സഹായിച്ചു തരും കേട്ടോ ഈ ഒരു മന്ത്രജപത്തിലൂടെ. അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക. ബാക്കി 7 ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറ്റുന്നതെല്ലാം അനുഷ്ഠിക്കുക കേട്ടോ നിങ്ങളെല്ലാവരും. അതുപോലെ പറയാൻ മറന്ന ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മൂകാംബിക ക്ഷേത്രം ശിവക്ഷേത്രം കൂടെയാണ് എന്നുള്ളതാണ് കേട്ടോ. സാക്ഷാൽ ജഗത് മാതാവിൻ്റെയും ജഗത് പിതാവിൻ്റെയും അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും അമ്മയെ കാണാനുള്ള മഹാഭാഗ്യവും ലഭിക്കട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ.